ടോപ്പിക്കാണ് കോമഡി ഉണ്ട് ആവറേജ് പടം കുഞ്ചാക്കോ എനിക്ക് വെഞ്ഞാറമ്പൂട്ട് അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടു പടം ആവറേജ് ലോജിക്കലല്ല റിയലിസ്റ്റിക്കലാണ് ഒരുമയുള്ള ടോപ്പിക്കാണ് ടോപ്പിക്കായ പടം ആവറേജേ ഉള്ളൂ നല്ല ഒരുമയുള്ള ടോപ്പിക്കാണ് അഭിനയ ക്ലീശയാണ് ലോജിക്കലല്ല റിയലിസ്റ്റിക്കാണ് പടം കണ്ടിരിക്കാം കോമഡി ഇല്ല കോമഡി ചിലത് വർക്കൗട്ട് ആയിട്ടുണ്ട് ചിലത് വർക്കൗട്ട് ആയിട്ടുണ്ട് കണ്ടിരിക്കാം ചാക്കോച്ചൻ അഭിനയിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല വെഞ്ഞാറമ്പൂട്ട് അഭിനയം ഇഷ്ടപ്പെട്ടു പടം ആവറേജ് ആയിരുന്നു നായിക എങ്ങനെയുണ്ട് നായിക ഭീഷ്മ പർവ്വതത്തിലെ അനക നായിക കുഴപ്പമില്ല അഭിനയം കുഴപ്പമില്ല പക്ഷേ പുതിയ ടോപ്പിക്കാണ് നല്ല ടോപ്പിക്കായി ഇവരുടെ ഒരു ജോഡി എങ്ങനെയുണ്ട് ചാക്കോച്ചൻ അത് കുഴപ്പമില്ല റൊമാൻറ്റിക് സീൻസ് ഒക്കെ ഉണ്ടായിരുന്നോ കോമഡി ഉണ്ട് കുഴപ്പമില്ല കണ്ടിരിക്കാം ഫാമിലിക്കും കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റും അതൊക്കെ കാണാൻ പറ്റും മൊത്തത്തിൽ ആവറേജ് തമ്മിലുള്ള മത്സരമായിരുന്നു സൂപ്പർ പടം സിംഹം അടിപൊളി നല്ല കോമഡി പടം സൂപ്പർ പടം അടിപൊളി കോമഡി നന്നായിട്ട് വർക്കൗട്ട് ആയിട്ട് അടിപൊളിയായിരുന്നു പടം അടിപൊളി നല്ല പടമാണ് കോമഡിയാണ് നല്ല രസമുണ്ടായിരുന്നു കാരണം നമ്മളവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും ഇതിൻ്റെ പിറകിലൊരു എഫേർട്ട് ഉണ്ട് അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം ഭയങ്കര രസമുണ്ട് കാരണം കുറേ നാൾക്ക് ശേഷം ആ ഒരു സീരിയസ് ചെയ്യുന്ന പെട്ടെന്ന് അവരുടെ ഒരു കുറച്ച് തമാശയൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ആ ഒരു ട്രാൻസിഷൻ ഇവരെ ഭയങ്കര വേഴ്സ്റ്റലായിട്ടുള്ള ആക്ടേഴ്സാണ് അപ്പോൾ പെട്ടെന്ന് അത് ഭയങ്കര സന്തോഷം താങ്ക് യു പഴയൊരു സുരാജേട്ടനെ കണ്ടോ എന്തോ പഴയൊരു സുരാജേട്ടനെ കണ്ടോ കോമഡിയിലെ ടൈമിംഗ് ഒക്കെ പുതിയൊരു സുരാജേട്ടൻ്റെ പുതിയൊരു വേർഷൻ ഇവരുടെ കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു ചാക്കോച്ചനും നല്ല സമയം നല്ല വൈബായിരുന്നു കാരണം ആ ഒരു കോംബോ ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതെനിക്കൊന്ന് ഒരുപാട് പ്രേക്ഷകർ ഇങ്ങനെ കാത്തിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഇങ്ങനെ ഒരു വേർഷൻ തിരിച്ചു വരണം എന്നുള്ളത് അപ്പം അത് കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് നായികയും നായകനായിട്ടുള്ള ജോഡിയൊക്കെ എങ്ങനെയുണ്ട് നല്ല സ്ഥലമായിരുന്നു അവിടെ വെച്ച് ഞാൻ ഓൾറെഡി ഇവരുടെ കോംബോ നമ്മൾ ലൈക്ക് ഈ ഷൂട്ടിൻ്റെ സമയത്ത് നമ്മൾ കുറേ കാണുമല്ലോ നമുക്ക് ഷൂട്ടില്ലാത്ത സമയത്താണെങ്കിലും നമ്മൾ എന്താണ് ഈ പറയുന്ന പോലെ വിഹന്ത ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു രസമുണ്ടായിരുന്നു ഫാമിലിക്കും കുട്ടികൾക്കൊക്കെ വന്ന് കാണാൻ പറ്റുന്ന ഒരു തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇത് എന്താണ് ഇതിൻ്റെ എസൻസ് കിട്ടാൻ പോകുന്നത് കുട്ടികൾക്ക് തന്നെയായിരിക്കും നമ്മുടെ ഒരു ഏജിലെ ആളുകൾക്ക് ഈ പറയുന്ന പോലെ തിളക്കം അല്ലെങ്കിൽ സി ഡി മൂസൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത ഒരു കാലം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു റിയലിസ്റ്റിക് മൂവിയിൽ നിന്നും കുട്ടികൾക്കും അതുപോലെ തന്നെ ഫാമിലിക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം കാരണം ഇതൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഉള്ളൊരു സിനിമയാണ് OTT വരാൻ നോക്കിയിരിക്കില്ല കേട്ടോ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാൻ ശ്രമിക്കും ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു പഴയ കാലത്തെ കുറേ സിനിമകളൊക്കെ നമുക്ക് ഓർമ്മപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട് എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഒരു സിംഹം എന്ന് പറയുന്നത് മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇതിന് മുന്നേ പുലിയെ വന്നിട്ടുള്ളൂ സിംഹം വന്നിട്ടില്ല എൻ്റെ ലയൺ കിങ്ങിന് ശേഷം നമ്മുടെ മലയാളത്തിൽ വന്ന ഒരു സിംഹമാണ് ദർശൻ ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ് നന്നായിരുന്നു എല്ലാം നന്നായിരുന്നു കാരണം അത് അത്ര ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് അല്ല കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമുക്കറിയാം അത് ഈവൻ അത് ചെയ്യുകയാണെങ്കിൽ പോലും അതിനെ അത്ര റിയലിസ്റ്റിക് ആയിട്ട് കൊണ്ടുവരാൻ അവർ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് അതിന് നമ്മളൊരു വാല്യൂ കൊടുത്തേ പറ്റത്തുള്ളൂ അപ്പം ആ ഒരു എഫേർട്ടിന് തീർച്ചയായിട്ടും എല്ലാ പ്രേക്ഷകരും തിയേറ്ററിൽ തന്നെ വന്ന് ഈ ഒരു സിനിമ കണ്ട് വിജയിപ്പിക്കണം എന്ന് നല്ല രസമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് എസ്പെഷ്യലി ഈ ഒരു ട്രാൻസിഷനൊക്കെ വരുന്നുണ്ടായിരുന്നല്ലോ അത് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട് എന്തോ അതെ അത് കണ്ണൂരിലായിരുന്നു നമ്മൾ സെറ്റ് ഇട്ടിരുന്നത് കുറച്ച് നമ്മൾ മ്യൂസിയത്തിൽ ഇതുപോലെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ കണ്ണൂരാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് എന്തോ അതെ ഇത് ഭയങ്കര വൈറലായിരുന്നല്ലോ ആ ഒരു പോർഷൻ ഇതുപോലെ ഒരാൾ ജമ്പ് ചെയ്തൊരു സാധനമൊക്കെ പിന്നെ നമ്മുടെ JKയുടെ കുറേ മാസ്റ്റർ മൈൻഡും കൂടെ ആഡ് ചെയ്തപ്പോഴത്തേക്കും അത് ഭയങ്കര രസമായിട്ട് തോന്നുന്നു നിങ്ങൾ കണ്ടോ എങ്ങനെയുണ്ട് വർക്കായോ ശരി താങ്ക് യു പടം നല്ല സിനിമയാണ് പ്രേക്ഷകർ നല്ല പടമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും
കോമഡിയൊക്കെ വർക്കൗട്ടായി. ചാക്കോച്ചൻ്റെ അഭിനയം നല്ല അഭിനയം, നല്ല പെർഫോമൻസ്. VFX ഒക്കെ ഉണ്ട്. എല്ലാവർക്കും കാണാൻ പറ്റി പടം, ഫാമിലി അല്ല. കോമഡിയൊക്കെ വർക്കൗട്ടായി. അതായത് കുഞ്ചാക്കോവിൻ്റെ ചാക്കോച്ചിൻ്റെ നല്ലൊരു സിനിമ, നല്ലൊരു സിനിമ എന്ന് പറഞ്ഞാൽ ആക്ടിംഗ് ഒക്കെ നല്ല രസമുണ്ട്. പിന്നെ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കഥ, അത് അധികം ലാഗടിക്കാണ്ട് ആ കോമഡിയൊക്കെ ചെയ്ത് കൊണ്ടുപോയിക്കണം, അത്രയും പറയാനുള്ളൂ. അതൊരു വൺ ടൈം വാച്ചബിൾ മൂവിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ പെർഫോമൻസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുഞ്ചാക്കോവിൻ്റെ ആയാലും സുരാജിൻ്റെ ആയാലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അവർ രണ്ടുപേരും മാത്രമല്ല, അഭിനയിച്ച എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കോമഡിയൊക്കെ ശരിക്കും വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ. പിന്നെ ഈ സിംഹമൊക്കെ ഉള്ള കാരണം അതൊരു കാഴ്ചബംഗ്ലാവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഫാമിലി ആയിട്ട് കാണാം. VFX ചില സ്ഥലത്ത് ഒരു എഡിറ്റിങ് പോലെ എനിക്ക് തോന്നിയായിരുന്നു. കാരണം സിംഹത്തിനൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ചില സ്ഥലത്ത് ഒരു എഡിറ്റിങ് പോലെ തോന്നി. അതെങ്ങനെയാണെന്ന് പറഞ്ഞൂടാ, എന്തായാലും കണ്ടിരിക്കാം. സുരാജ് ചാക്കോച്ചൻ കോമ്പോ അധികം ഇതിൽ വന്നിട്ടില്ല, പക്ഷേ അധികമല്ല, അതായത് ഒരുമാതിരി വന്നിട്ടുണ്ട്. പക്ഷേ സുരാജിൻ്റെ ചില സ്ഥലത്ത് അത് പടം കാണുന്നവർക്ക് മനസ്സിലാവും, ഒരു സംഭവം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് സുരാജിൻ്റെ ഒരു അഭിനയം എന്ന് പറഞ്ഞാൽ കുറച്ച് ഓവറായി പോയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത്ര കൂടുതലൊന്നും പറയില്ല. എന്തായാലും വൺ ടൈം വാച്ചബിൾ മൂവി, അങ്ങനെയാണ് പറഞ്ഞത്. ഗിർ മൂവി എന്ന് പറഞ്ഞാൽ ഒരു ടൈം പാസ് കോമഡി മൂവി എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഒരു ഫാമിലിയായിട്ട് കുട്ടികളായിട്ടൊക്കെ കാണാൻ പറ്റിയ ഒരു ലൈറ്റായിട്ടുള്ള ഒരു കോമഡി മൂവിയാണ്. കാരണം സൂവിലുള്ള രംഗങ്ങൾ എനിക്ക് തോന്നുന്നു കൂടുതലും കുട്ടികൾക്കൊക്കെ, മുതിർന്നവർക്ക് ഇഷ്ടപ്പെടും. നമ്മൾ ട്രെയിലർ കണ്ട് പ്രതീക്ഷ പോലെയുള്ള ആ ഒരു രീതിയിലുള്ള പടമാണ്. അങ്ങനെ അതിഗംഭീരമായ ഭയങ്കര മേക്കിങ്ങോ അങ്ങനെ വലിയ കഥയൊന്നുമല്ല. ഒരു സിറ്റുവേഷനകത്ത് അകപ്പെടുമ്പോഴുണ്ടാകുന്ന ഒരാളുടെ കോമഡി, ഒരാൾ വളരെ ഒരു തകർന്നിരിക്കുന്ന അവസ്ഥയിൽ ഒരു മദ്യപിച്ച ഒരാൾ ഒരു എടുത്തുചാട്ടമായിട്ട് ഒരു സൂവിലേക്ക് ചാടുന്നു. അപ്പോൾ അങ്ങനെ ഒരു റിയലിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് മുമ്പ്. തിരുവനന്തപുരം സൂവിൽ ഇങ്ങനെ ഒരാൾ ചാടി ഒരാളെ രക്ഷപ്പെടുത്തുന്ന വാർത്തകളൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തീമിനെ ബേസ് ചെയ്തിട്ടുള്ള വളരെ ലൈറ്റായിട്ടുള്ള ഒരു ടൈം പാസ് ആയിട്ടുള്ള മൂവിയാണ്. ഒരു അതിഗംഭീര മൂവി ഒന്നും പറയാനില്ലെങ്കിലും ആ സിറ്റുവേഷൻ നമ്മളെ ശരിക്കും ചിരിപ്പിക്കുന്ന രീതിയിലാണ്. സുരാജിന് കുറച്ചുകൂടെ സീനുകൾ കൂടിയിരുന്നെങ്കിൽ ഒന്നുകൂടെ നന്നായെന്ന് പറഞ്ഞു. കാരണം ഒരു 3-4 സീനുകൾ സുരാജ് ആ ഒരു കോമഡി കൈകാര്യം ചെയ്ത ഒരു പഴയ കുറേ നാളായിട്ട് സുരാജ് സീരിയസ് റോളുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ നിന്ന് മാറിയിട്ട് ഈ കോമഡിയിലേക്ക് മാറുമ്പോൾ പഴയ ഒരു ഓർമ്മകൾ വന്നു. പുള്ളി അതേ റേഞ്ചിൽ തന്നെ ആ സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു ബോധം കെടുന്ന സീനുകൾ അതൊക്കെ ആണെങ്കിൽ ഒരുപാട് നല്ല മെമ്മറീസ് തരുന്ന ഒരു പഴയ രീതിയിലുള്ള സുരാജിനെ കാണാൻ പറ്റി. പിന്നെ ഒന്നാമത് ഈ ടൈം അധികം വലിച്ചു നീട്ടാതെ ഒരു സിമ്പിളായിട്ടുള്ള കഥ ചെറിയ സമയത്തിനുള്ളിൽ എൻഗേജിങ് ആയി നല്ല കോമഡികളൊക്കെ നിറച്ചുള്ള രീതിയിൽ സിറ്റുവേഷണൽ കോമഡികളാണ്, ഡയലോഗ് വെച്ചുള്ള കോമഡികളല്ല. അങ്ങനെയുള്ള ഒരു ഫാമിലിക്കൊക്കെ വർക്കാവുന്ന രീതിയിലാണ് ഗിർ എന്ന മൂവി വന്നിരിക്കുന്നത്. കുട്ടികൾക്കും ഫാമിലിക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ നന്നായി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എസ്ര മൂവിയുടെ ഡയറക്ടർ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ത്രൂ ഔട്ട് ഉണ്ട്. പിന്നെ ആർട്ടിസ്റ്റായാലും ഞാൻ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. നായികയുടെ പ്രഥമ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതെ, സുരാജ് ചേട്ടൻ്റെ ഒരു കോമഡി ട്രാക്കിലേക്ക് വരുന്നൊരു സിനിമ കൂടിയാണ്. പിന്നെ ചാക്കോച്ചനാണെങ്കിൽ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഭയങ്കര നല്ല പെർഫോമൻസാണ്. പിന്നെ ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതി തന്നെയാണ് ചെയ്തു വെച്ചേക്കുന്നത്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം, അതൊക്കെ പറയണം. ഇതിൻ്റെ പറയാനായിട്ട് ഫാമിലിക്ക് പറ്റിയുള്ള ഒരു മൂവിയാണ്. ശരിക്കും സ്കൂള് തുറന്നു പോയി അല്ലെങ്കിൽ തന്നെ വെക്കേഷൻ എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ഫാമിലിയായിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൂവിയാണ്. പടം കൊണ്ട് കുഴപ്പമില്ല, ഒരു പ്രാവശ്യം കാണാം. കുട്ടികൾക്കും ഫാമിലീസിനൊക്കെ ഇഷ്ടപ്പെടും. അത്ര സെറ്റപ്പില്ല, എന്നാലും ഇച്ചിരി നന്നാക്കി എടുക്കാറുണ്ട്. അവർക്ക് നല്ലൊരു തെയ്യം ഉണ്ടായിരുന്നു അവർക്ക്. പക്ഷെ അത് എവിടേക്ക് കൊണ്ട് കലോടിച്ചത് കുഴപ്പമില്ല, ആവറേജ് പടം ഉണ്ടെന്നാൽ ഫാമിലീസിനൊക്കെ ഇഷ്ടപ്പെടും പടം. പിന്നെ ഇച്ചിരിയുടെ സെറ്റപ്പായുണ്ട് സുരാജിനേക്കാൾ കുഞ്ചാക്കോ ബോബൻ. മാറിപ്പോയി, കുഞ്ചാക്കോ ബോബനേക്കാൾ സുരാജ് നല്ല കോമഡിയൊക്കെ കൂടുതലും. കുഴപ്പമില്ല, കണ്ടിരിക്കുക, ആവറേജ് അത്രേ ഉള്ളൂ. കോമ്പോ കുഴപ്പമില്ല, എന്നാലും ഇച്ചിരിയുടെ മികച്ച് നിൽക്കുന്നത് ഇവനാ, സുരാജ. പടം നല്ല മോശം എന്ന് പറയാൻ പറ്റുമെന്നില്ല, ആവറേജ്. ഫാമിലീസിനും കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും പടം. ഓക്കെ, കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഓക്കെ.